ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC റെയിൽവേ ബാങ്ക് എക്സാമുകളെ കുറിച്ചിട്ടാണ്. ഈ എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ ജോബ് നേച്ചർ വരുന്നത്, ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്, എന്ത് വെച്ച് പഠിച്ചു തുടങ്ങണം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരുണ്ടായിരിക്കാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എന്നാൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ളവരായിരിക്കാം. സോ ഈ കൺഫ്യൂഷൻസ് എല്ലാം റെക്ടിഫൈ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വളരെ ബ്രീഫായിട്ട് എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം SSC റെയിൽവേ ബാങ്ക് എക്സാമുകൾ. സോ ഇതാണ് പൊതുവെ വേക്കൻസികൾ എന്ന് പറയുന്നത്. 3 എക്സാമുകളുടെയും വേക്കൻസിയുടെ ട്രെൻഡാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്നത് SSCയുടെ എക്സാമുകൾ വിവിധ തരം എക്സാമുകളുണ്ട്. CGL, CHSL, MTS, CPO, GD, JE തുടങ്ങിയിട്ടുള്ള ഒരുപാട് എക്സാമുകളുണ്ട്. ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇതെല്ലാം അടക്കം, ഈ എക്സാമുകളെല്ലാം അടക്കം SSCയുടെ എല്ലാ വർഷവും വിളിക്കുന്നത് ഏകദേശം 80,000 മുതൽ 1,00,000 വേക്കൻസികളാണ് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും +2 യോഗ്യതയുള്ളവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ടെക്നിക്കലായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉള്ള കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ എക്സാമുകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള വേക്കൻസി എല്ലാ വർഷവും SSC എക്സാമുകൾ മുഖേന 1,00,000-ഓളം വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ റെയിൽവേയും ട്രെൻഡിനൊരു തീരെ കുറവില്ല. മനസ്സിലാക്കുക, റെയിൽവേയുടെ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 1,00,000-ൽ കൂടുതൽ വേക്കൻസികളാണ് റെയിൽവേക്ക് വിളിക്കുന്നത്. മുന്നെല്ലാം 3-4 വർഷങ്ങൾ കൂടുമ്പോഴായിരുന്നു റെയിൽവേ എക്സാമുകൾ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അവസ്ഥ അനുസരിച്ച് മനസ്സിലാക്കാം, എല്ലാ വർഷവും എന്താണ് റെയിൽവേയുടെ എക്സാമുകൾ വിളിക്കുന്നുണ്ട്. എല്ലാ എക്സാമുകളും വിളിക്കുന്നില്ലെങ്കിലും റെയിൽവേയുടെ മെജോറിറ്റി എക്സാമുകളും എല്ലാ വർഷവും വിളിച്ചു പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളുടെയും കൂടെ വേക്കൻസി എടുക്കുകയാണെങ്കിൽ 1,00,000-ഓളം വേക്കൻസികൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, റെയിൽവേയിലും 1,00,000 വേക്കൻസികൾ എല്ലാ വർഷവും RRBയുടെ വിവിധ എക്സാമുകൾ മുഖേന ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ ബാങ്ക് എക്സാമുകൾ IBPS, SBI, RBI തുടങ്ങിയിട്ടുള്ള എക്സാമുകൾ മുഖേന ഏകദേശം ഫില്ല് ചെയ്യപ്പെടുന്നത് 35,000 മുതൽ 50,000 വേക്കൻസികൾ എല്ലാ വർഷവും ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് മനസ്സിലാക്കുക, എല്ലാ നോട്ടിഫിക്കേഷനും IBPSൻ്റെയും SBIയുടെയും RBIയുടെയും തുടങ്ങിയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിലെയും വേക്കൻസികളെല്ലാം കൂടെ കൂട്ടിയാൽ ഏകദേശം 35,000 മുതൽ 50,000 വേക്കൻസികൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത് SSC റെയിൽവേ ബാങ്ക് എക്സാമുകളെല്ലാം കൂടെ എടുത്താൽ ഏകദേശം 2.5 ലക്ഷത്തോളം വേക്കൻസികളിലേക്കാണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക, SSCയും റെയിൽവേയും ബാങ്കും കൂടെ 2.5 ലക്ഷം ഒഴിവുകൾ എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും ഈ 2.5 ലക്ഷം ഒഴിവുകളിലേക്ക് വിവിധ എക്സാമുകൾ മുഖേന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതാണ് വേക്കൻസിയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഏതൊക്കെ എക്സാമുകളാണ് ഇതിനുള്ളത്? ഫോർ എക്സാമ്പിൾ നമ്മൾ SSC എടുത്തു. SSCയുടെ അണ്ടറിൽ വരുന്നത് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് CGL എന്ന് പറയുന്ന എക്സാമാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയും. CGL എക്സാമിന് യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. ഓക്കെ, അത് പ്രകാരം കിട്ടുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള ജോലികളുണ്ട്, ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളുണ്ട്. സോ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CGL എക്സാം എഴുതാമെന്നുള്ളത് മനസ്സിലാക്കുക. CHSL എക്സാം എന്ന് പറയുമ്പോൾ +2 ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുണ്ടെങ്കിൽ CHSL എക്സാം ക്ലറിക്കൽ പോസ്റ്റുകൾ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകൾ, JSA പോസ്റ്റുകളിലേക്കൊക്കെയാണ് CHSL എക്സാം മുഖേന ഉള്ള ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ട് ഇതാണ് ഡെസിഗ്നേഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ MTS എക്സാം മുഖേന പിയൂൺ, അറ്റൻഡൻറ്റ്, ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് MTS എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ CPO എക്സാം, സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, അതുപോലെ തന്നെ പാരാമിലിറ്ററിയിലെ SI കാറ്റഗറിയിലേക്കും ASI കാറ്റഗറിയിലേക്കുമാണ് CPO എക്സാം നടക്കുന്നത്. സ്റ്റെനോഗ്രാഫർ എക്സാം, അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന GD എക്സാം. ഏറ്റവും കൂടുതൽ SSCയുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഏത് എക്സാമിനാണെന്ന് ചോദിച്ചാൽ GD എക്സാമിനായിരിക്കും. കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കുള്ള എക്സാമാണ്. അതായത് ഈ പാരാമിലിറ്ററി ഫോഴ്സുകൾ തന്നെ, ഈ BSF, CRPF, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കറിയാം, അതുപോലെ സശസ്ത്ര സീമാബല്, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളിലെ കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്കുള്ള എക്സാമാണ് SSC GD എന്ന് പറയുന്ന എക്സാം. 10ാം ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. ഫിസിക്കൽ എഫേർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റും എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ എക്സാം പ്രോസസ്സിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള ഒരു എക്സാമാണെന്ന് പറയുന്നത് GD എന്ന് പറയുന്നത്.
ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എക്സാമുകളുണ്ട്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഈ എക്സാമുകൾക്കെല്ലാം കൂടെയാണ് ഏകദേശം 1,00,000-ഓളം വേക്കൻസികൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ വേക്കൻസിയാണ് 1,00,000. എന്നാൽ റെയിൽവേ മോശമല്ല, നമുക്കറിയാം. റെയിൽവേയുടെ എക്സാമുകൾ എന്ന് പറയുന്നത് NTPC എക്സാം, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം. ഇതിന് നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്നുണ്ടെങ്കിലും ഇതിന് NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം. അതുപോലെ ഗുഡ്സ് ഗാർഡ്, അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള ജോലികൾ, TT തുടങ്ങിയിട്ടുള്ള ജോലികൾ, ക്ലറിക്കൽ പോസ്റ്റുകൾ, ഇതിലേക്കെല്ലാം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് NTPC എന്ന് പറയുന്ന എക്സാം മുഖേനയാണ്. അത്യാവശ്യം നല്ല വേക്കൻസിയോട് കൂടിയിട്ടാണ് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും എല്ലാ വർഷവും ഇപ്പോൾ റെയിൽവേ ഈ എക്സാമുകൾ വിളിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ വേക്കൻസികളുമായിട്ട് വരുന്ന റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ് RRB ഗ്രൂപ്പ് D എന്ന് പറയുന്നത്. ട്രാക്ക് മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള ജോലികളാണ് കൂടുതലും. ഫിസിക്കൽ എഫേർട്ട് കുറച്ച് അധികം ഇടേണ്ട എക്സാമുകളാണ് ഗ്രൂപ്പ് D, അല്ലെങ്കിൽ ആ ഫിസിക്കൽ എഫേർട്ട് കുറച്ച് അധികം വേണ്ട ജോലിയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് D മുഖേന ഫില്ല് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം RRBയുടെ ALP എക്സാം, ട്രെയിൻ ഓടിക്കുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഡെസിഗ്നേഷനിലുള്ള എക്സാം RRB ALP, ജൂനിയർ എഞ്ചിനീയർ, മിനിസ്റ്റീരിയൽ കാറ്റഗറിയിലേക്കുള്ള പോസ്റ്റുകൾ, പാരാമെഡിക്കൽ, അതുപോലെ തന്നെ RPF എന്ന് പറയുന്ന റെയിൽവേ പോലീസ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എക്സാമുകളെല്ലാം റെയിൽവേ RRB എക്സാം മുഖേന കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ കോൺസ്റ്റബിൾ ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ കാറ്റഗറിയിലേക്കാണെങ്കിലും ഇവിടെ RPF മുഖേന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ഇപ്പോൾ കയറുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായി RPFൻ്റെ എക്സാം നടന്നിട്ട്. സോ എല്ലാ വർഷവും നടക്കുമെന്ന് പറഞ്ഞാലും RPFൻ്റെ എക്സാം ഇപ്പോൾ നടന്നത് ലാസ്റ്റ് ഒരു 2 വർഷം മുമ്പാണ് നടന്നത്, പിന്നെ അതിനുശേഷം നടന്നിട്ടില്ല. സോ നമുക്ക് നോക്കാം, അധികം വൈകാതെ തന്നെ RPFൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഉള്ള ഒരു എക്സാം പ്രോസസ്സാണ് RPFനുണ്ടായിരിക്കുക. കാരണം എന്താണ്, ഒരു സെക്യൂരിറ്റി ജോബാണ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ജോബാണ്. സോ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് എക്സാമുകൾ എടുക്കുകയാണെങ്കിൽ IBPSൻ്റെ PO ക്ലറിക്കൽ എക്സാം, RRB അതായത് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ, അതുപോലെ തന്നെ SBI PO ക്ലറിക്കൽ പോസ്റ്റുകൾ, RBIയുടെ എക്സാമുകൾ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, NABARD, LIC, SO എക്സാമുകളെല്ലാം ബാങ്കിങ് എക്സാമുകളുടെ കാറ്റഗറിയിൽ അണ്ടറിൽ വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്, ഒരുപാട് വേക്കൻസികളുണ്ട്. എല്ലാ വർഷവും 2-2.5 ലക്ഷത്തോളം വേക്കൻസികളാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒഴിവുകളായിട്ടുള്ളത്. സോ ഇതിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സാമിൻ്റെ പ്രോസസ് ഡ്യൂറേഷൻ. ഇപ്പോൾ SSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ഈ എക്സാമിന് പഠിച്ചുകൊണ്ട് ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്ര സമയമെടുക്കും മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും 1 വർഷം സമയം എന്തായാലും SSCയിൽ എടുക്കും. നിങ്ങൾ SSCയുടെ ഫസ്റ്റ് ലെവൽ എക്സാം എഴുതി, 2ാമത്തെ ലെവൽ എക്സാം എഴുതി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കലും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്വൈസ് കയ്യിൽ കിട്ടാൻ, ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 1 വർഷം എന്തായാലും സമയം എടുക്കും. 1 വർഷത്തിനും 2 വർഷത്തിനും അല്ലെങ്കിൽ 1.5 വർഷത്തോളം സമയം എടുത്തുകൊണ്ടാണ് ഈ എക്സാം പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ റെയിൽവേ ആണെങ്കിൽ 2 വർഷമൊക്കെ 2-3 വർഷങ്ങളാണ് മുന്നെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയില്ല. ഇപ്പോൾ 1-2 വർഷം ഈ SSC എക്സാമുകൾക്ക് എടുക്കുന്ന അതേ സമയം തന്നെയാണ് എന്തിനും എടുക്കുന്നത്, റെയിൽവേ എക്സാമിൻ്റെ പ്രോസസ്സും എക്സാം പ്രോസസ് ഡ്യൂറേഷനും ഇത്ര തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്കൊരു ജോലിയിൽ കയറണം അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണം. കാരണം 6 മുതൽ 9 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടന്ന് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എക്സാമുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ മാക്സിമം 9 മാസം, 6 മുതൽ 9 മാസത്തിനുള്ളിൽ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാമുകളെല്ലാം ഘട്ടം ഘട്ടമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ 9 മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ബാങ്ക് ഉദ്യോഗസ്ഥ ആവാം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാവാം എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാമല്ലേ, ക്വിക്കായിട്ടുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ബാങ്കിങ് എക്സാംസ്. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. റെയിൽവേ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. SSCനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റെയിൽവേക്ക് കുറച്ച് സമയം കമ്പാരിറ്റീവ്ലി കൂടുതൽ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പെട്ടെന്ന് കയറാനായിട്ട് ബാങ്കിങ് എക്സാംസ്, പിന്നെ SSC എക്സാംസ്, പിന്നെയാണ് റെയിൽവേ എക്സാമുകൾ വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതാണ് എക്സാം പ്രോസസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത്രയധികം വേക്കൻസികളുണ്ട്. 2.5 ലക്ഷത്തോളം വേക്കൻസികളാണ് എല്ലാ വർഷവും SSC, RRB, ബാങ്കിങ് എക്സാമുകളെല്ലാം കൂടെ ക്യുമുലേറ്റീവായിട്ട് എടുത്താൽ ഉണ്ടായിരിക്കുക. SSCയുടെ മാത്രം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, SSC എക്സാമിന് എല്ലാ വർഷവും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 50 മുതൽ 60 ലക്ഷം പേരാണ്.
SSC CGL പ്രിപ്പയർ ചെയ്യുന്നവർ CHSL, MTS, GD, CPO തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകളും എടുത്താൽ ഇതിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇപ്പോൾ CGL പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ CHSL ഉണ്ടായിരിക്കാം. എന്നാലും ഇതിൻ്റെ എഫക്റ്റീവ്ലി 50 മുതൽ 60 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് എല്ലാ വർഷവും SSCയുടെ വിവിധ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ റെയിൽവേ ആകുമ്പോൾ എന്താണ്, അതിനേക്കാളും കൂടും. 1 മുതൽ 2 കോടി, 1 കോടിയിലധികം ഉദ്യോഗാർത്ഥികളാണ് എല്ലാ വർഷവും റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാം ഉണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളോടുകൂടി വരുന്നത്. എന്തായാലും ഒരു 50,000 വേക്കൻസിക്ക് മുകളിൽ എന്തായാലും ഗ്രൂപ്പ് ഡി എക്സാമിനുണ്ടായിരിക്കും, പൊതുവെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഒരു 50,000 വേക്കൻസിയോട് അടുത്ത് എന്താണ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേക്കൻസികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വേക്കൻസിയിലേക്ക് എന്തായാലും ലാർജ് നമ്പർ ഓഫ് ഓഡിയൻസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ആസ്പിറൻസ് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് മനസ്സിലാക്കുക, ഒരുപാട് വേക്കൻസികൾ ഉള്ളത് കൊണ്ട് SSCനെ അപേക്ഷിച്ച് റെയിൽവേയുടെ എക്സാമുകൾക്ക് കൂടുതൽ വേക്കൻസികളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും അതേ കൂടുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബാങ്ക് എക്സാമുകൾക്ക് പൊതുവെ വേക്കൻസികൾ കുറവാണ്. ഞാൻ പറഞ്ഞു 35,000 തൊട്ട് 50,000 വേക്കൻസികളുടെ ഉള്ളിലാണ് ബാങ്കിൻ്റെ എല്ലാ എക്സാമുകളും എടുത്താൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏകദേശം ഒരു വർഷം 10 മുതൽ 15 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് എല്ലാ വർഷവും വിവിധ ബാങ്ക് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? IBPS, SBIയുടെ, RBIയുടെ, അതുപോലെ LICയുടെ വിവിധ എക്സാമുകൾ. സോ ഇതിനെല്ലാം കൂടെ 10 മുതൽ 15 ലക്ഷം ഉദ്യോഗാർത്ഥികൾ. നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും റെയിൽവേയുടെ എക്സാമുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. SSCയുടെ എക്സാമുകൾക്ക് മോശമല്ല, 50 മുതൽ 60 ലക്ഷം പേരാണ് ഓരോ വർഷവും പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇത്രയധികം ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനെ കുറിച്ച് നമുക്ക് പലർക്കും ഇപ്പോൾ അറിയില്ല. ഇത്രയധികം പേര് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ദ നെക്സ്റ്റ് വൺ, ഏജ് ലിമിറ്റും എലിജിബിലിറ്റിയും. SSC എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. SSCക്ക് 18-നും 30-നും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. 18-നും 30-നും ഇടയിലാണ് പ്രായമെങ്കിൽ, ഇപ്പോൾ OBC ആണെങ്കിൽ നമുക്കറിയാം 3 വർഷം OBCക്ക് ഉണ്ട്, 5 വർഷം SC/ST കാൻഡിഡേറ്റിനുണ്ട്. സോ അതുൾപ്പെടാതെ ഞാൻ പറയുന്നത് ഇവിടെ ജനറൽ ആയിട്ടുള്ള അൺറിസർവ്ഡ് കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റാണ്. 18-നും 30-നും ഇടയിലാണ് പ്രായമെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ എക്സാമുകൾ എഴുതാം. അതിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമുകളുണ്ട്, +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്, ഗ്രാജുവേറ്റിന് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്. മനസ്സിലാക്കുക, നിങ്ങളുടെ യോഗ്യത 10ാം ക്ലാസ് മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC എക്സാമുകൾ എഴുതി തുടങ്ങാം. MTS എക്സാം എഴുതാം, GD എക്സാം എഴുതാം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ. +2 ആണെങ്കിൽ നിങ്ങൾക്ക് CHSL എക്സാം എഴുതാം. അതുപോലെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ CGL എക്സാം എഴുതാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള സബ്ജക്റ്റുകൾ, എഞ്ചിനീയറിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമുകൾ എഴുതാം. ഇതൊന്നും വേണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഡിഗ്രിയിൽ തന്നെ ചില കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സെലക്ഷൻ ഫേസിലെ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന, നേരിട്ട് അടുപ്പൊന്നല്ല, റിലേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ജോലികളും എന്തിലുണ്ട്, സെലക്ഷൻ ഫേസ് പോലെയുള്ള SSCയുടെ അണ്ടറിൽ വരുന്ന എക്സാമുകളിലുണ്ട്. മനസ്സിലാക്കുക, റെയിൽവേക്ക് എപ്പോഴും ഏജ് ലിമിറ്റ് കൂടുതലാണ്. 18 മുതൽ 33 വയസ്സ് വരെ എഴുതാം. OBCക്ക് ആണെങ്കിൽ ഒരു 3 വർഷവും SC/STക്ക് ആണെങ്കിൽ ഒരു 5 വർഷം കൂടെ എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ കിട്ടും. റെയിൽവേക്ക് എന്താണ്, ഏജ് ലിമിറ്റ് വളരെ വലുതാണ്. 33 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതുന്ന എക്സാമുകളുണ്ട്, ഗ്രൂപ്പ് ഡി പോലെയുള്ള എക്സാമുകൾ. +2 യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്, NTPC പോലുള്ള എക്സാമുകൾ. ഗ്രാജുവേറ്റിന് എഴുതാൻ പറ്റുന്നവരും ഇപ്പോൾ ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്. സോ മനസ്സിലാക്കുക, 18 മുതൽ 33 വയസ്സ് വരെയുള്ള എല്ലാവർക്കും റെയിൽവേ എക്സാമുകൾ എഴുതാം. മനസ്സിലാക്കുക, ഒരുപാട് വേക്കൻസികളുണ്ട്. എന്തായാലും 1 ലക്ഷത്തിലധികം വേക്കൻസികൾ എല്ലാ വർഷവും റെയിൽവേ വിളിക്കുന്നുണ്ട്. 1 കോടിയിലധികം ആൾക്കാർ ഈ എക്സാമിന് വേണ്ടി, റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക. സോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്കുള്ള ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നവർക്കുള്ള 3 ടൈപ്പ് എക്സാമുകളാണ് SSC, റെയിൽവേ, ബാങ്ക് എക്സാമുകൾ. ദ നെക്സ്റ്റ് വൺ ഈസ് ബാങ്കിങ് എക്സാംസ്. 20 മുതൽ 30 വയസ്സിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാം എഴുതാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്. നിങ്ങളൊരു ബിരുദധാരിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ബാങ്കിങ് എക്സാം എഴുതാം. 10ാം ക്ലാസ്സോ +2 യോഗ്യതയുള്ളവർക്കായിട്ടുള്ള ഒരു ലെവൽ ഓഫ് എക്സാം ഇവിടെ നടത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്, റെയിൽവേ വൈഡസ്റ്റ് എലിജിബിലിറ്റി ആണ് അല്ലേ. നമുക്കറിയാം 18 മുതൽ 33 വയസ്സ് വരെ. ഇനി OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 36 വയസ്സ് വരെ. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ റെയിൽവേയുടെ വിവിധ എക്സാമുകൾ എഴുതി ജോലിയിൽ പ്രവേശിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ
ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഏതൊക്കെ ലെവൽ എക്സാമുകളാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടോ, ഏതൊക്കെ ടെസ്റ്റുകളാണുള്ളത്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഫിസിക്കൽ, ഇതൊക്കെ നമുക്ക് നോക്കാം. SSCയുടെ ഫസ്റ്റ് എടുത്തു. SSCയുടെ മെജോറിറ്റി എക്സാമുകൾക്കും എന്തുണ്ട്, 2 ഘട്ടമുണ്ട്, Tier 1, Tier 2. അതിനുശേഷം എന്താണ്, ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് എക്സാമും കൂടി ഉണ്ടായിരിക്കും. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത്, എല്ലാ പോസ്റ്റിനും ഫിസിക്കൽ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CBI പോലെയുള്ള പോസ്റ്റുകൾക്ക്, CBIയിൽ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, അതുപോലെ തന്നെ നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, അങ്ങനെ ഫിസിക്കൽ എഫേർട്ട് ആവശ്യമായിട്ടുള്ള ജോലികൾക്ക് എന്തായാലും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കുക, മെഡിക്കൽ എല്ലാ പോസ്റ്റുകൾക്കും ഉണ്ട്. ഇത്രയുമാണ് എക്സാം പ്രോസസ്സ് എന്ന് പറയുന്നത്. Tier 1, Tier 2 എന്ന് പറയുന്ന 2 റിട്ടൺ ലെവൽ ഓഫ് എക്സാമുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, MCQ ആണ്, മനസ്സിലാക്കുക. അതുപോലെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. Tier 1ഉം Tier 2ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ ഉള്ളതാണ് Tier 1ഉം Tier 2ഉം. സ്കിൽ ടെസ്റ്റ്, ഫിസിക്കൽ ഉണ്ടെങ്കിൽ ഫിസിക്കൽ, എല്ലാ പോസ്റ്റിനും ഫിസിക്കൽ ഇല്ല, ക്ലറിക്കൽ പോസ്റ്റുകൾക്കൊന്നും ഫിസിക്കൽ ഇല്ല, മെഡിക്കൽ എല്ലാ പോസ്റ്റുകൾക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. റെയിൽവേ എക്സാം, റെയിൽവേയുടെ മെയിനായിട്ട് 2 ലെവലാണ്. Tier 1, Tier 2 എന്ന് പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT 1, CBT 2, ഇങ്ങനെ 2 ലെവൽ എക്സാമുകൾ മെജോറിറ്റി ഓഫ് ദ എക്സാമുകൾക്കുണ്ട്. അതിനുശേഷം എന്താണ്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതിപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. DV എന്ന് പറയുന്നത് SSCക്കും ഉണ്ട്, SSC എക്സാമുകൾക്ക് എന്തുണ്ട്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഫിസിക്കലും മെഡിക്കലും. ഫിസിക്കൽ എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല. ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പോലീസിൻ്റെ എക്സാമൊക്കെ എഴുതുമ്പോൾ എന്തായാലും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഹൈറ്റും വെയിറ്റും ഒക്കെ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിക്കൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. റെയിൽവേ എക്സാമുകൾക്ക് മെഡിക്കൽ മാൻഡേറ്ററി ആണ്, പക്ക സെറ്റായിരിക്കണം മെഡിക്കൽ എന്ന് പറയുന്നത്. മെഡിക്കൽ പരമായിട്ട് റിജക്ഷൻസ് ഒരുപാട് വരുന്നതാണ് റെയിൽവേക്ക്. അതുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് അത്യാവശ്യം നല്ല പോലെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ബാങ്കിങ് എക്സാംസ്, ബാങ്കിങ്ങിൽ എക്സ്ട്രാ ഉള്ളത് പ്രിലിംസ് എന്ന് പറയുന്നതും മെയിൻസ് എന്ന് പറയുന്നതും, അതായത് Tier 1ഉം Tier 2 ആയിട്ട് നടക്കും. പക്ഷേ എന്തുണ്ട്, ചില പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റുകൾക്ക്, മനസ്സിലാക്കുക, IBPS PO, SBI PO തുടങ്ങിയിട്ടുള്ള പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. കാരണം അതിന് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളുമാണ്. ക്ലറിക്കൽ പോസ്റ്റുകൾ അപേക്ഷിച്ച് കൂടുതൽ സാലറി ഉള്ളതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ആർക്കുണ്ട്, ചില എക്സാമുകൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ബാങ്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ചില എക്സാമുകൾക്ക്. മെയിൻ സ്റ്റേജുകളിലെ ക്ലറിക്കൽ പോസ്റ്റിന് പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. ബാങ്കിങ് എക്സാംസ് നമുക്കൊരു ഒരു ഓവറോൾ എടുക്കുകയാണെങ്കിൽ ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ 6 മുതൽ 9 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ ലോങ്ങസ്റ്റ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ സെറ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഏത് എക്സാം വേണമെന്നുള്ളത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലുള്ളത് ഏത് എക്സാം ആണോ അത് ചൂസ് ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സിലബസ് ഒന്ന് നോക്കാം. ഈ 3 എക്സാമുകളിലും സിലബസ്. SSCയുടെ സിലബസ് എന്ന് പറയുമ്പോൾ മാത്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് മാത്സ് മാത്രമല്ല അരിത്തമെറ്റിക് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്. ഇതിനാണ് ഇമ്പോർട്ടൻസ്. ഈ 4 സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലാക്കുക, വളരെ വൈഡായിട്ടുള്ളൊരു സിലബസാണ് SSCക്ക് ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ വളരെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓരോന്നിനും വളരെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. മാത്സ് വളരെ വൈഡായിട്ടുള്ള സിലബസാണ്. GK എന്ന് പറയുമ്പോൾ കടൽ പോലെ കിടക്കുന്ന ടോപ്പിക്കാണ്. റീസണിംഗ് എന്ന് പറയുമ്പോൾ അത്ര വലുതല്ല, എന്നാലും മാത്സ് സ്ട്രോങ് ആണെങ്കിൽ റീസണിംഗ് ഓട്ടോമാറ്റിക്കലി പാരലലി സ്ട്രോങ് ആയിക്കോളും. ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ തുടങ്ങിയിട്ടുള്ളതാണ്. സോ അതിലും അത്യാവശ്യം നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം. SSCയുടെ സിലബസ് കുറച്ച് വൈഡാണ്. റെയിൽവേയുടെ എന്ന് പറയുമ്പോൾ എന്തുതന്നെയാണ്, റെയിൽവേയുടെ എന്ന് പറയുമ്പോഴും വൈഡ് റേഞ്ച് തന്നെയാണ്. പക്ഷേ SSCയുടെ മാത്സിനെ അപേക്ഷിച്ച് റെയിൽവേയുടെ മാത്സ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള ബേസിക് മാത്താണ് റെയിൽവേക്ക് വരുന്നത്. റീസണിങ്ങും അത്യാവശ്യം എളുപ്പമാണ്. GKയിൽ കൂടുതലും സ്റ്റാറ്റിക്കും സയൻസുമാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാക്കുക, റെയിൽവേയിൽ സയൻസിന് വെയിറ്റേജ് കുറച്ച് കൂടുതലാണ്. റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സയൻസ് അത്യാവശ്യം സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. കറണ്ട് അഫെയറിനും റെയിൽവേയിൽ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. മനസ്സിലാക്കുക, ഇതാണ് റെയിൽവേ കുറച്ച് വൈഡാണ്. പക്ഷേ SSCയുടെ ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചില്ല. SSC ഒരു മോഡറേറ്റ് ലെവലാണെങ്കിൽ റെയിൽവേ പക്ക ഈസി ആണെന്ന് പറയാം. ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേക്ക് ചോദിക്കുന്നത്. ബാങ്കിങ് എക്സാംസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്കിൽ റീസണിങ്ങും മാത്സും. മനസ്സിലാക്കുക,
DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പസിൽസും DI എന്ന് പറയുന്ന ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെയാണ് എന്തിൽ ചോദിക്കുന്നത്, ബാങ്കിൽ ചോദിക്കുന്നത്. റീസണിങ് ആണെങ്കിലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വളരെ പാരഗ്രാഫ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ എക്സാമിന് തരിക. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് പൊതുവെ ബാങ്കിങ്ങിനുള്ളത്. പക്ഷെ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്കിങ് അവയർനെസ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ക്വാണ്ട്, റീസണിങ്, അതിൽ തന്നെ DIയും പസിൽസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് സമയമെടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് ഓരോ ക്വസ്റ്റ്യൻസും എന്നുള്ളത് മനസ്സിലാക്കാം. മാത്സിലും റീസണിങ്ങിലും ഇടയ്ക്കിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് ഫുള്ള് തെറ്റും. വളരെ ഇൻഡെപ്തിൽ, ലിമിറ്റഡ് ആണ് സിലബസ്, പക്ഷെ വളരെ ഡെപ്തിൽ മനസ്സിലാക്കണം. വളരെ ചെറിയൊരു സിലബസേ പഠിക്കാനുള്ളൂ. SSCയുടെയും റെയിൽവേയുടെയും സിലബസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സിലബസാണ് ബാങ്കിന് പഠിക്കാനുള്ളൂ. പക്ഷേ പഠിക്കുന്ന കാര്യത്തെ വളരെ ഡെപ്തിൽ പഠിക്കേണ്ടി വരും. എവിടെ? ബാങ്ക് എക്സാമുകൾക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. SSCക്ക് GKക്ക് ഇപ്പോൾ കുറച്ച് വെയിറ്റേജ് കൂടി വരുന്നുണ്ട്. റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് പലപ്പോഴും GKയും ഇംഗ്ലീഷും കൂടിയായിട്ട് വരുന്നുണ്ട് SSCക്ക്. കാരണം മാത്സിനും റീസണിങ്ങിനും ഓൾമോസ്റ്റ് ഫുൾ മാർക്കായിരിക്കും. അത് കറക്റ്റ് 100% തന്നെ കിട്ടുന്നല്ല, ഒരു 90% മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും കൂടുതലും. മാത്സിനും റീസണിങ്ങിനും ഒരു 90% മാർക്ക്, GKയും ഇംഗ്ലീഷിനും എത്ര കിട്ടുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ SSCയിലെ എൻട്രി അല്ലെങ്കിൽ SSCയുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. റെയിൽവേക്ക് സയൻസ് ഫോക്കസ് ചെയ്യണം. മാത്സും റീസണിങ്ങും ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേക്ക്. വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെയിൽവേക്ക് മാത്സും റീസണിങ്ങും. സയൻസ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സയൻസിൽ നിന്ന് അത്യാവശ്യം സെപ്പറേറ്റ് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ മനസ്സിലാക്കുക, റെയിൽവേക്ക് സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ്ങിന് സ്പീഡ്, അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. വളരെ ഇൻഡെപ്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെസിമൽസ് വെച്ചിട്ടുള്ളത്, മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും ബാങ്ക് എക്സാമുകൾക്ക്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സ്പീഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഓരോ സെക്ഷനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയം ഉണ്ടായിരിക്കും. മാത്സ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര സമയം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ലോക്കാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ റീസണിങ് ആയിരിക്കും, റീസണിങ് അറ്റൻഡ് ചെയ്യാൻ ഇത്ര സമയം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ സെക്ഷണൽ ടൈമർ ഉണ്ടായിരിക്കും. ഓരോ സെക്ഷനും ഇത്ര മിനിമം മാർക്ക് കിട്ടിയാലാണ് ക്വാളിഫൈ ആവുള്ളൂ. അതായത് സെക്ഷണൽ ടൈമർ ഉണ്ടായിരിക്കും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്പീഡും ആക്യുറസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് എക്സാമുകൾക്ക്. ഗോട്ട് ഇറ്റ്? മാർക്കിംഗ് ആൻഡ് ടൈമിംഗ് സിസ്റ്റം നോക്കാം. സോ ഇവിടെ പറയുന്നത് എന്താണെങ്കിൽ SSC എക്സാമുകൾക്ക് പൊതുവെ 1 മണിക്കൂറാണ്. പക്ഷേ മെയിൻസ് എക്സാം ഒക്കെ വരുമ്പോൾ 2 മണിക്കൂറും 2.25 മണിക്കൂറൊക്കെ വരാറുണ്ട്. സോ മനസ്സിലാക്കുക, 1 മണിക്കൂർ 60 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്, ഇങ്ങനെയൊക്കെയാണ് CGLന്റെ Tier 1 വരുന്നത്. സോ മനസ്സിലാക്കുക, 60 മിനിറ്റാണ് സമയം ഉണ്ടായിരിക്കുക. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, 1 മണിക്കൂറിനുള്ളിൽ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 200 മാർക്കായിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക CGL എക്സാമിനെല്ലാം. റെയിൽവേ ആണെങ്കിൽ ഭൂരിഭാഗം എക്സാമുകൾക്ക് എന്ത് തന്നെയാണ്, 1.5 മണിക്കൂറാണ് സമയം. ഇവിടെ സമയം കുറച്ച് അധികം ഉണ്ട്. മനസ്സിലാക്കുക, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റെയിൽവേക്ക്, എന്നാൽ സമയം കൂടുതലും കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ 120 ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് CBT 2 വരുന്നത്. ഓക്കെ, എന്നാൽ ബാങ്കിങ് എക്സാമുകൾക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ സബ്ജക്റ്റും അറ്റൻഡ് ചെയ്യാൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രം. ആ സമയത്തിനുള്ളിൽ അത് അറ്റൻഡ് ചെയ്ത് കഴിക്കണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, സമയം കഴിയും, അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 0.5 മാർക്കാണ് നെഗറ്റീവായിട്ട് പോവുക. കിട്ടിയ മാർക്കിൽ നിന്ന് 0.5 കുറയ്ക്കും. റെയിൽവേ എക്സാമുകൾക്കാണെങ്കിൽ 1/3 മാർക്കാണ്. മനസ്സിലാക്കുക, 3 എണ്ണം തെറ്റിയാൽ 1 മാർക്ക് കുറയും റെയിൽവേ എക്സാമുകൾക്ക്. ബാങ്കിങ് എക്സാമുകൾക്ക് സെക്ഷണൽ ആയിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 0.25 മാർക്കാണ് നോർമലി ബാങ്കിങ് എക്സാമുകളുടെ പെനാൽറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ബാങ്കിങ് എക്സാം ഹാസ് ദ ഹയസ്റ്റ് ടൈം പ്രഷർ. കാരണം എന്താ, നിങ്ങൾക്ക് മാത്സ് ചെയ്യാൻ ഇത്ര സമയമേ ഉള്ളൂ, റീസണിങ് ചെയ്യാൻ ഇത്ര സമയമേ ഉള്ളൂ. മനസ്സിലാക്കുക, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ മാത്സ് ചെയ്ത് കഴിക്കണം എന്നുള്ള മൈൻഡിൽ നമുക്ക് ഓൾറെഡി പ്രഷർ വരും. കാരണം എന്താ, നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ആ സമയം ലോക്കാവും, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ SSC എന്ന് പറയുമ്പോൾ എന്താണ്, SSCയുടെ എക്സാമുകൾക്ക് നമുക്കിപ്പോൾ GK എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു 8 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടോ കംപ്ലീറ്റ് നോക്കി കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ അവിടെ എക്സ്ട്രാ കിടക്കുന്ന സമയം നമുക്ക് എന്തിനു ഉപയോഗിക്കാം, മാത്സ് ചെയ്യാനോ റീസണിങ് ചെയ്യാനോ ഉപയോഗിക്കാം. ആ പരിപാടി എവിടെ പറ്റില്ല, ബാങ്കിങ് എക്സാമുകൾക്ക് പറ്റില്ല. ഒരു സബ്ജക്റ്റിനെ നിശ്ചയിച്ചിട്ടുള്ള സമയം ആ സബ്ജക്റ്റിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ബാങ്കിങ് എക്സാമുകൾക്ക്. പക്ഷേ SSCക്ക് എന്താണ്, മാത്സും
റീസണിങ്ങിനും വേണ്ട സമയം നമുക്ക് എവിടെ നിന്ന് എടുക്കാം? GKയും ഇംഗ്ലീഷും ഒക്കെ പെട്ടെന്ന് ചെയ്ത് കഴിച്ചിട്ട് ആ സമയം കൂടെ നമുക്ക് മാത്സും റീസണിങ്ങും ചെയ്യാൻ എവിടെ എടുക്കാം? SSCക്കും എടുക്കാം, അതുപോലെ തന്നെ റെയിൽവേ എക്സാമുകൾക്കും എടുക്കാം. അതുകൊണ്ട് ടൈം പ്രഷർ എവിടെയില്ല. പെട്ടെന്ന് ചെയ്ത് കഴിക്കണമെന്നുള്ള എക്സാം ഹാളിലെ ആ ഒരു സിറ്റുവേഷനിലുള്ള പ്രഷർ നമുക്ക് എവിടെ അനുഭവിക്കേണ്ട? SSCക്കും റെയിൽവേക്കും വേണ്ട. പക്ഷേ ബാങ്കിങ് എക്സാമുകൾക്ക് ആ ഒരു ടൈം പ്രഷർ കൂടെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ അത് പറ്റണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സെറ്റാണല്ലോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. SSC എക്സാമുകൾ പൊതുവെ മോഡറേറ്റ് ടു ഹാർഡാണ്. ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ഒരു 2 വർഷം മുമ്പ് വരെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈസി ടു മോഡറേറ്റ് ആണ്. ഈസിയാണ് SSC എക്സാമുകൾ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ്, ഒരു നോർമൽ ലെവലാണ്. ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടും SSC ക്രാക്ക് ചെയ്യാമെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ഇപ്പോൾ വരുന്ന എക്സാം പാറ്റേണും അനുസരിച്ച് നമുക്ക് പറയാം SSC എക്സാം എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹാർഡാണ്, അല്ലെങ്കിൽ മോഡറേറ്റ് ടു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. റിലേറ്റീവ്ലി ടഫർ കോമ്പറ്റീഷനാണ്. കട്ട് ഓഫ് വരിക 70 മുതൽ 90% വരെ. മനസ്സിലാക്കുക, 70 മുതൽ 90% വരെ കട്ട് ഓഫ് വരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, 200 മാർക്കാണെങ്കിൽ എന്തായാലും 140 മാർക്ക് ഉണ്ടായാലാണ് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുള്ളൂ. അത് ഓരോ വർഷം ഓരോരോ കട്ട് ഓഫാണ്, ഫിക്സഡ് ആയിട്ടുള്ള കട്ട് ഓഫ് അല്ല. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ചും കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കിനും വേക്കൻസിക്കും അനുസരിച്ചാണ് കട്ട് ഓഫ് തീരുമാനിക്കുക. എന്നാലും മിനിമം 70% മാർക്ക് വേണം എന്ന് തന്നെ പറയാം. ഓക്കെ, അതായത് 200-ലാണെങ്കിൽ ഒരു 40 മാർക്ക്, 40 to 50 മാർക്ക് വേണം. 140 to 150 മാർക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. റെയിൽവേ എക്സാം എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ഒന്നും പറയണ്ട, ഈസി എന്ന് തന്നെ പറയാം. SSCനെ അപേക്ഷിച്ച് ഈസിയാണ് റെയിൽവേ എക്സാമുകൾ. ബാലൻസ്ഡ് ഡിഫിക്കൽട്ടി ലെവലാണ്. 60 to 70% ആണ് കട്ട് ഓഫ് വരുന്നുള്ളൂ. അതായത് 60 to 70% മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ, ബാങ്കിങ് എക്സാമുകൾ എന്ന് പറയുമ്പോൾ ഹൈ ലെവലാണ് ഡിഫിക്കൽട്ടി. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള സിലബസ്, ഡെപ്തിൽ ഓരോ കാര്യത്തെയും മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം, അല്ലെങ്കിൽ ആ ഒരു ത്രാണി നമുക്കുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ടൈറ്റ് സെക്ഷണൽ കോമ്പറ്റീഷനാണ് RRB ഒഴികെ. ഓക്കെ, RRB ബാങ്ക് ഒഴികെ എന്താണ്, ബാക്കിയുള്ളതെല്ലാം ടൈറ്റ് സെക്ഷണൽ കോമ്പറ്റീഷനാണ്. ഓരോ സെക്ഷനും നമ്മൾ എന്താണ്, വളരെ ക്രൂക്കഡായിട്ട്, വളരെ സെറ്റായിട്ട് ഓരോ സെക്ഷനും വേണ്ട മിനിമം മാർക്കുകൾ നമ്മൾ വാങ്ങണം. ഓക്കെ, 35 to 50% ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. RRB ബാങ്ക് ഒഴികെ എന്താണ്, ബാക്കി എല്ലാത്തിനും 35 to 50% ആണ് കട്ട് ഓഫ്. SSCയുടെ നോളജ് എന്ന് പറയുന്നത് കണ്ടന്റ് ഹെവി, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, കൺസെപ്ച്വൽ ക്ലാരിറ്റി. അതായത് അത്ര ഡീപ്പിലേക്കൊന്നല്ല, എന്നാലും ഒരു നോർമൽ ലെവലിൽ SSCയുടെ സിലബസ് പഠിച്ചാൽ മതിയായിരിക്കും. റെയിൽവേയുടെ ആണെങ്കിൽ ഹൈ വോളിയം ഓഫ് ആപ്ലിക്കേഷൻസ്, ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 കോടി അടുത്ത്, അല്ലെങ്കിൽ 1 കോടിയിലധികം ഉദ്യോഗാർത്ഥികൾ എല്ലാ വർഷവും റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ ഉണ്ടായിരിക്കും. ബാങ്കിങ് എന്താണ്, ബാങ്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണോ, അത് സ്കിപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ വരുന്ന ഓരോ സ്റ്റെപ്പിലും ഏതൊക്കെ അപ്രോച്ചുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റണം ബാങ്കിങ് എക്സാമുകൾക്കുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? SSCയുടെ ഞാൻ പറഞ്ഞു വൈഡ് കണ്ടന്റ് ആണ്, വളരെ വൈഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നോർമൽ ഡെപ്ത് മാത്രം മതി, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഒരേ കൺസെപ്റ്റിനെ തന്നെ പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കി കാണാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒരൊറ്റ സംഭവം തന്നെയാണ്, അതിനെ നേരെയും ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ബോട്ടം ടോപ്പ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അപ്രോച്ചിൽ കൂടെ ഒരൊറ്റ കോൺസെപ്റ്റിനെ നോക്കി കാണാനുള്ള ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്റ്റീവ് മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ? മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് കണ്ടും ചെയ്തും പഠിച്ചും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ആൻഡ് പ്രൊമോഷൻസ്. ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ബാക്കി പറയുന്നത്. SSCയുടെ പ്രൊമോഷൻസ് ഒക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പറഞ്ഞ പോലെയാണ്. SSCക്ക് ഒരു 5 to 6 ഇയർ ഒക്കെ എന്തായാലും എടുക്കും. 5 മുതൽ 6 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രൊമോഷൻസ് വരിക. ഇപ്പോൾ ഓൾറെഡി ഒരു ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ടാക്സ് ഓഫീസിൽ ജോലിക്ക് കയറിയിട്ടുള്ള ഒരാൾ, ഓക്കെ, ആ ടാക്സ് അസിസ്റ്റൻ്റ് പിന്നെന്തായി മാറും? ഓഫീസ് സൂപ്രണ്ടൻ്റ്, സീനിയർ ടാക്സ് അസിസ്റ്റൻ്റായി മാറും. അതിനുശേഷം ഓഫീസ് സൂപ്രണ്ടൻ്റ് ആവും. ഓഫീസ് സൂപ്രണ്ടൻ്റാണ് പിന്നെ ഇൻകം ടാക്സിലേക്ക് മാറുന്നത്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവുന്നത്, പിന്നെ ഇൻകം ടാക്സ് ഓഫീസർ ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വളരെ ടൈം എടുത്തുകൊണ്ടുള്ള ഒരു പ്രൊമോഷനാണ് SSCയിൽ ഉണ്ടായിരിക്കുക. റെയിൽവേക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രൊമോഷൻ്റെ കാര്യത്തിലൊക്കെ SSCയും റെയിൽവേയും കുറച്ച് സ്ലോ ആണെന്ന് തന്നെ പറയാം. പക്ഷെ ബാങ്ക് എക്സാമുകൾക്ക് പ്രൊമോഷൻ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ്. വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നതാണ് ബാങ്കിങ് മേഖലയിൽ.
ക്ലർക്ക് ഉണ്ടായിരുന്ന ആൾ PO പെട്ടെന്ന് തന്നെയാണ് ആവുക. മാനേജറും ജനറൽ മാനേജറും GM ഒക്കെ ആവുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് നമുക്ക് ബാങ്കിങ് ഫീൽഡിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ബാങ്കിങ് ഫീൽഡിൽ തന്നെയാണ് SSCനും റെയിൽവേനും അപേക്ഷിച്ച് ബാങ്കിങ് ഓഫേഴ്സ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത്. ഏറ്റവും പെട്ടെന്ന് പ്രൊമോഷൻ, ഏറ്റവും പെട്ടെന്നുള്ള ഗ്രോത്ത് സംഭവിക്കുന്നത് ബാങ്കിങ് ഫീൽഡിലായിരിക്കും. ഫോളോഡ് ബൈ ദ SSC ആൻഡ് റെയിൽവേ. റെയിൽവേനും SSCനും അപേക്ഷിച്ച് ബാങ്കിലാണ് കൂടുതൽ ഗ്രോത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. ജോബിൻ്റെ നാച്ചർ എങ്ങനെയാണ്? SSCക്ക് ഡെസ്ക് ജോബ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് CBI കിട്ടിയെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഫീൽഡിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ കസ്റ്റംസ് കിട്ടിയെന്നുണ്ടെങ്കിൽ പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഫീൽഡിൽ പോകേണ്ടി വരും. അതുകൊണ്ട് കംപ്ലീറ്റ് ഡെസ്ക് ജോബ് അല്ല. എന്നാൽ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റുകൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഡെസ്ക് ജോബായിരിക്കും. മനസ്സിലാക്കുക, 9 to 5 ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത, നമ്മുടെ മാനേജറൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ലോഡായിരിക്കും. ഇപ്പോൾ മാനേജർ അത്യാവശ്യം സെറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാനും നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാൻ സമയം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈറാർക്കി ആണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഒന്ന് സെറ്റായിട്ട് കൊണ്ടുപോകാൻ SSCയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. റെയിൽവേ ആണെന്നുണ്ടെങ്കിലും എന്താണ്, ഡെസ്ക് ജോബും ഉണ്ടായിരിക്കാം, ഫീൽഡും ഉണ്ടായിരിക്കാം. ഡെസ്ക് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് കൂടുതലും വരിക, നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് ക്ലറിക്കൽ പോസ്റ്റുകളായിട്ടുള്ള അവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ടിക്കറ്റൊക്കെ കൊടുക്കാനിരിക്കുന്നവർ, അതുപോലെ തന്നെ അതിലുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അതൊക്കെ എന്താണ് ഡെസ്ക് ജോബ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഫീൽഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് ഡെസ്ക് ജോബ് അല്ലല്ലോ, ഫീൽഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഗുഡ്സ് ഗാർഡ് ആയിട്ടിരിക്കുന്നവർ, TT ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ആയിട്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ എന്താണ് ഫീൽഡും ഉണ്ട് ഡെസ്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഷിഫ്റ്റ് ബേസ്ഡ് വർക്ക് പോസിബിൾ ആണ്. ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ 3-4 ഷിഫ്റ്റുകളിലൊക്കെ ആയിട്ടാണ് അവിടെ സ്റ്റേഷൻ മാസ്റ്ററുകൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ജോലിയും അതുപോലെ തന്നെ ഷിഫ്റ്റിലായിരിക്കും കൂടുതൽ വർക്കും റെയിൽവേയിൽ നടക്കുന്നത്. കാരണം 24/7 ആണ്, 24 മണിക്കൂറും എന്താണ് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റായിരിക്കണം. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ബേസ്ഡ് വർക്ക് മാത്രമാണ് കൂടുതലും, ഷിഫ്റ്റ് ബേസ്ഡ് വർക്കിലൂടെ മാത്രമാണ് റെയിൽവേയിലെ ജോലി അലൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മിക്സ്ഡ് ഫീൽഡാണ്, ഓഫീസ് റോളും ഉണ്ട്, അതുപോലെ തന്നെ ഫീൽഡും ഉണ്ടായിരിക്കും. ബാങ്കിൽ എന്താണ് ബ്രാഞ്ച് വർക്കാണ്, ഡെസ്ക് ആണ് അല്ലേ, ലോങ്ങറാണ്, സ്ട്രക്ചേർഡ് അവേഴ്സ് ആണ്. ഇത്ര സമയം തൊട്ട് ഇന്ന സമയം വരെയാണ് ബാങ്കിലുള്ളത്, അത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇരിക്കേണ്ടി വരായിരിക്കാം. ടാർഗറ്റ് ബേസ്ഡ് ആണ്, നമുക്കറിയാം ഇത്ര കോളുകൾ, ഇത്ര പോളിസീസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര അക്കൗണ്ട്സ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ബേസ്ഡ് വർക്കായിരിക്കും ബാങ്കിലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഒരു ചെറിയൊരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് നേച്ചറാണ് ബാങ്ക് എക്സാമുകൾക്കുള്ളത്. SSCനെയും റെയിൽവേനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാങ്ക് എക്സാമുകൾക്ക് കുറച്ച് പ്രഷറായിട്ടുള്ള, കുറച്ച് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നേച്ചറാണ് ബാങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അത്യാവശ്യം നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ് ബാങ്കിലുള്ള ആൾക്കാർക്ക് അധികം റെസ്റ്റിംഗ് ടൈമൊക്കെ പൊതുവെ കുറവാണ് കിട്ടുക. കാരണം ഡയറക്റ്റായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറയുക ഇടപെടേണ്ടി വരുന്ന ഒരു വർക്ക് നേച്ചറാണ് ബാങ്കിലുള്ളത് അല്ലേ. നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ വരുന്ന ഒരു നേച്ചറാണ്, വർക്ക് നേച്ചറാണ് ബാങ്കിലുണ്ടായിരിക്കുക. കൂടാതെ ഒഫീഷ്യലായിട്ടുള്ള വർക്കിൻ്റെ ഒരു പ്രഷറും ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഷറും ബാങ്കിങ് ജോലികൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബാങ്കിങ് ജോലികൾക്ക് ഈ ബാക്കിയുള്ള ജോലികളെ അപേക്ഷിച്ച് കൂടുതൽ സാലറിയും ആർക്ക് തന്നെയാണ്, ബാങ്ക് ജോലികൾക്ക് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ജോബ് സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്, 3 ജോലിയും അത്യാവശ്യം സെക്യൂർഡ് ആണ്. അപേക്ഷിച്ച് SSC റെയിൽവേയും കുറച്ചും കൂടെ അധികം സെക്യൂർഡ് ആണെന്ന് പറയാം. ബാങ്കിലും അത്യാവശ്യം സെക്യൂർഡ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാങ്കിലെ പെർഫോമൻസ് സ്ട്രെസ് ഉണ്ടായിരിക്കും. നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്യണം, ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യണം, പറയുന്നതെല്ലാം സെറ്റായിട്ട് വളരെ പ്രോപ്പറായിട്ട് ചെയ്തു പോകണം. SSC റെയിൽവേക്ക് വെരി ഹൈ ജോബ് സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഗവൺമെൻറ് പെർക്സുകൾ ഉണ്ടായിരിക്കും, അതായത് അലവൻസുകൾ ഉണ്ടായിരിക്കും, NPS, പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിനുണ്ടായിരിക്കും, SSCക്കും റെയിൽവേക്കും. ബാങ്കിനും ഓൾമോസ്റ്റ് എന്താണ് വർക്ക് നേച്ചറൊക്കെ സെക്യൂർ ആണ്. പക്ഷേ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ജോബ് എന്ന് തന്നെ രീതിക്ക് നമുക്ക് എന്തിനു പറയാം, ബാങ്ക് ജോലിയെ നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കുന്നു? SSCയുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റാണെങ്കിൽ, ഇപ്പോൾ CBI ഇൻസ്പെക്ടറൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റംസിലോ നാർക്കോട്ടിക്സിലോ തുടങ്ങിയിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികൾ എപ്പോഴും SSCയിലാണുള്ളത്. CBI എന്ന് പറയുമ്പോഴും, നാർക്കോട്ടിക്സ് എന്ന് പറയുമ്പോഴും, കസ്റ്റംസ് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ GST ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ, അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഓഫീസർ എന്ന് പറയുമ്പോൾ
തുടങ്ങിയിട്ടുള്ള അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികൾ കൂടുതലും SSC യിലാണുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് SSC ജോലി മുഖേന നമുക്ക് കിട്ടുന്നത്. റെയിൽവേ അത്യാവശ്യം റെസ്പെക്റ്റ് ഉള്ള ടെക്നിക്കൽ പോസ്റ്റൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. അല്ല, RRBയുടെ JEE എക്സാമുകളൊക്കെ എഴുതിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലാണ്. ഗുഡ് ലൈഫ് സ്റ്റൈൽ തന്നെ പറയാം. ഇവിടെ ബെസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഗുഡാണ്. ബാങ്കിങ് ആണെങ്കിൽ സോഷ്യൽ റെപ്യൂട്ടേഷൻ, വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. കാരണം ലീവുകൾ അത്യാവശ്യം കൂടുതലുള്ളത് നമ്മൾ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബാങ്ക് അവധി എന്ന് കാണുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ. ഒരു മാസം എടുത്ത് എന്തായാലും ശനിയാഴ്ചകൾ, എല്ലാ ശനിയാഴ്ചയും ഇല്ലെങ്കിലും ഫസ്റ്റ് സാറ്റർഡേയും ലാസ്റ്റ് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, എല്ലാ ഞായറാഴ്ചകളും ഒരുപാട് ബാങ്ക് അവധികളും ഉള്ളതാണ് കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ. ലീവ് കൂടുതലും ബാങ്കിനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സോ വൈസായിട്ട് ചൂസ് ചെയ്യുക. ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വയ്ക്കുക. സോ ഓവറോൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, SSC മുഖേന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഫെസിലിറ്റികൾ കൂടുതലുള്ള ജോലികളാണ് കിട്ടുന്നത്. റെയിൽവേയിൽ ജോബ് സെക്യൂരിറ്റിയാണ്. വളരെ വലിയ വേക്കൻസികളാണ് റെയിൽവേയിലുള്ളത്. ഒരുപാട് അലവൻസുകളുണ്ട്. ഒരുപാട് പേര് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ബാങ്ക് എക്സാംസ് നല്ല സാലറിയാണ്. SSCയുടെയും റെയിൽവേയുടെയും എക്സാമുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ SSCക്കും സാലറി കുറവെന്നല്ല പറയുന്നത്. SSCക്കും നല്ല പോസ്റ്റുകൾക്ക് നല്ല സാലറിയാണ്. റെയിൽവേയുടെ നല്ല പോസ്റ്റുകൾക്ക് നല്ല സാലറിയാണ്. ബാങ്കിലെ ഒരു മിനിമം പോസ്റ്റിൽ കയറിയാലും അത്യാവശ്യം നല്ല സാലറിയാണ്. നല്ല സാലറി കിട്ടുന്നവിടത്ത് നല്ല പണി ഉണ്ടായിരിക്കും. നല്ല പണി അല്ലെങ്കിൽ നല്ല സാലറി കിട്ടണമെങ്കിൽ നല്ല ഡെപ്തിൽ കൺസെപ്റ്റുകൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടി വരും. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കുക. അത്യാവശ്യം പ്രഷറൈസർ ആയിട്ടുള്ള ഒരു ജോബ് നേച്ചറാണ് ബാങ്കിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഏതൊക്കെ എക്സാമിനാണെങ്കിലും, SSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ബാങ്ക് എക്സാമുകളാണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലേത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് SSC, റെയിൽവേ ആൻഡ് ബാങ്കിങ് എക്സാംസ്. താങ്ക് യു.